പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ദൈവിക പദ്ധതികളെ അതിൻ്റെ വിചിത്രമായ സാധ്യതകളെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരുടെ ഉടമ്പടി പ്രയോഗത്തിൽ വരുത്താനുള്ള അവരുടെ കഴിവിനനുപാതികമായിട്ട് ഇതിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശയവുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ? ഒരാശയവുമില്ല. പക്ഷേ ആശയം വരെ ദൈവം തരും. നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കടമാണ്, 2-3 കോടി കടമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വട്ടപൂജ്യമാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതെല്ലാം വിട്ടുവെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് സറണ്ടർ കർത്താവേ, നമ്മൾ കൈപൊക്കത്തില്ലേ അല്ലേ? യുദ്ധം നമ്മൾ പട്ടാളക്കാർ ഒരാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ അയാളുടെ നേരെ തോക്ക് ചൂണ്ടിയാൽ മറ്റയാൾ നിരായുധനാണെങ്കിൽ അയാൾ ഉടനെ കൈപൊക്കും അല്ലേ? അതുപോലെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില നിമിഷങ്ങൾ വരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില 0 hour ഉണ്ടാവും. നിയമസഭയിൽ മാത്രമല്ല 0 hour ഉണ്ടാകണത്. 0 സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒന്നിലും പ്രത്യാശ വെക്കണില്ല. പിന്നെ ഇതെല്ലാം കീഴി ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഈ ട്രയലെല്ലാം ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും ആർക്ക് വേണ്ടിയാണ്? ഞാൻ നേടിയതും എല്ലാം അനുഭവിച്ചത് എൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. പക്ഷേ ഈ അണ്ണന്മാർ എന്നോട് കാണിക്കുന്ന ഒരു രീതി നോക്കാനാണെങ്കിൽ എന്തിനാണ് വെറുതെ അധ്വാനിച്ച് കൂട്ടുന്നത്? എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന്. ഇത് ഈശോ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്. അതായത് എന്നെക്കാൾ ഉപരി ഈശോയെക്കാളും ഫസ്റ്റ് റെഫറൻസ് വസ്തുവിനെ വ്യക്തിക്ക് വന്നാൽ നമുക്ക് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യും, ഒരു ശൂന്യത. നിങ്ങൾക്ക് എന്തെങ്കിലും ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ പേരാണ് കർത്താവ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കൈ നെഞ്ചത്ത് വെച്ച് സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടിമുഴകം പോലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടുക. ആരാധന ജീവന്റെ തിരുഭോജ്യമേ സംഭാരമേ
തിരുവത്താഴമേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ശ്രുതിക്കട്ടെ സന്തോഷത്തോടെ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഭാഷാപരം അറിയുന്നവരെ ഭാഷാപരത്തിൽ ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ ജനത്തെ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ദിവ്യകാലത്തെ എഴുന്നള്ളിയിരിക്കുന്ന നാഥ, അങ്ങയുടെ മക്കളെ ഈ ആരാധനയിലൂടെ നീ കണ്ടുമുട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആത്മീയ ശക്തിയായി ജീവിത മേഖലകളില് നേർ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ എന്തിനാ ആരാധിക്കണത്? അത് ആരാധനയുടെ ഭാഷ എന്താ? ആരാധനയും സ്തുതിപ്പും പാടുമ്പോഴൊക്കെ നിനക്കും തോന്നണം, ദൈവത്തിനും തോന്നണം. എന്താണ് നിനക്ക് തോന്നേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിനും തോന്നണം, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ, ഇതിനകത്ത് ഇത്രയും നാൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിൻ്റെ ആധ്യാത്മിക നില എന്തുമാകാം, നിൻ്റെ ജീവിത സാഹചര്യമോ മാനസികാവസ്ഥയോ പാപാവസ്ഥയോ എന്തുമാകാം. പക്ഷേ എപ്പോഴും എന്തായാലും ഒന്നാകാൻ പാടില്ല. ദാവീദ് പണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതാണ്. എന്തൊക്കെ എൻ്റെ സിറ്റുവേഷൻസ് ആയാലും ഒന്നാകാൻ പാടില്ല. എന്താണ് ആകാൻ പാടില്ലാത്തത്? അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുത്. ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ മോശമായ ഒരു ജീവിത പാപ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാവിധ അവസ്ഥകളും അയാൾ തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ ഹീസ് ക്ലെയിമിങ്, അതായത് അയാളുടെ ഒരു സ്നേഹമുണ്ട് ദൈവത്തോടുള്ള. എൻ്റെ മക്കളെ, മിനിമം ദി ലവ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിന് വേറെ ഒന്നും നിങ്ങൾക്ക് തന്നതോ നിങ്ങൾ കൊടുത്തതോ ഒന്നുമല്ല. വാട്ട് ഹി ഹാസ് ഗിവൺ അസ്, അവനെന്താണ് തന്നത് അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ തന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് വസിക്കുന്ന നാഥ, യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു.
സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധന മാലാഖമാരുപ്പം ജീവന്റെ തിരുഭോജിമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. യേശുവിൻ്റെ അനുഭവം ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവത്തിൻ്റെ ആകത്തുക ഞാൻ മനസ്സിലാക്കിയത് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയണതാണ്. ശരീരം മുഴുവനും ഒരു വരഞ്ഞ് ഒരു കുറവിറച്ചിയായിട്ട് മുള്ളൊക്കെ തലയെ കുത്തിക്കയറ്റി ഇങ്ങനെ അർത്ഥനഗ്നനായിട്ട് ഇങ്ങനെ വിറകെ തൂങ്ങുമ്പോഴും അവസാനം പറയുന്ന വാക്കാണ് അപ്പായോട്, അപ്പാ ദിസ് ദ സിറ്റുവേഷൻസ്, ഇതാണ് എൻ്റെ അവസ്ഥ, സ്റ്റിൽ ഐ ലവ് യു. എന്താണ് അതിന് പകരം പറഞ്ഞ വാക്കുണ്ട്, അപ്പാ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവിന് ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജി സന്തോഷത്തോടെ ആരാധന മാലാഖമാരുപ്പം ജീവന്റെ തിരുഭോജിമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 19:30. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിന് മുമ്പ് അവനൊരു വാക്ക് പറഞ്ഞായിരുന്നു, അപ്പാ എലോയ് ലാമ സബക്താനി. അതും അവൻ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കാം അല്ലേ, നമ്മൾക്ക് സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നവരുടെ പേരിൽ നമ്മൾ ദൈവത്തിന് നന്ദി നേരത്തെ പറഞ്ഞു കാണും. അയ്യോ ദൈവമേ നന്ദി, ഞാൻ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ കാല് മാറും. അപ്പോൾ നമ്മൾ നന്ദിയെല്ലാം തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുപ്പുകാരാണല്ല. എന്തെങ്കിലും ദൈവത്തെ കൊടുത്തു പോയെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും. എന്താ കാര്യം, തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ല, എന്നാലും നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മയും നിരാശയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് തോന്നും, പണ്ട് പറഞ്ഞ നന്ദിയെല്ലാം ആൾ തിരിച്ചെടുത്തെന്ന് പറയും. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ആഴമായ ബന്ധം ഉറപ്പിക്കണ ഒരു പരിപാടിയാണ്. ഫയലിംഗ് എന്ന് പറയും നമ്മൾ ശരിക്കും അല്ലേ. ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ കെട്ടിടം പണിയണമെങ്കിൽ ഫയല് താത്തണം അല്ലേ. 10 മീറ്റർ 20 മീറ്റർ. നിങ്ങൾക്ക് ചിലർക്കൊന്നും അത് പിടികിട്ടതില്ല. കാരണം ഈ കിഴക്ക് നാട്ടിലൊക്കെ അധികം ഫയലിടേണ്ട ആവശ്യമില്ല, അവിടെ പാറ നല്ല ഉറച്ച പാറയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫയലിംഗ് ഭയങ്കരമാണ്. കലവൂർ അത്രയും വരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ 19 മീറ്ററൊക്കെയാണ് തൂണിറക്കി കളയണത് ഒരു കെട്ടിടത്തിൻ്റെ. 19 മീറ്റർ ഭൂമിയുടെ അടിയിൽ പോകും. 10-30 ലക്ഷം രൂപ ചുമ്മാ തൂണിൻ്റെ ഭൂമിയുടെ അടിയിൽ തന്നെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ തൂണുകളിൽ ഇറക്കാൻ. അത് തന്നെ പാറയില്ല, മുട്ടണില്ല ഒരിടത്തും, ഇങ്ങനെ കുഴഞ്ഞ് ചെളി പോലെ കിടക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ ഇത് ഇറക്കി പോകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അപ്പം നിങ്ങൾക്ക് ചോദിക്കും, എല്ലാവരുടെ ഹൃദയവും ഇതുപോലെയാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾക്ക് ചില നിലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. ഞാൻ എന്തിനാണെന്നറിയാമോ, നിങ്ങൾ ഇപ്പോഴും വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, കുടുംബത്തിൽ കലഹമാണ്, മകൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് പലരും. ചിലരെങ്കിലും അങ്ങനെ, ചിലർക്ക് ജോലിയില്ല, സാമ്പത്തിക കടവാണ്. ഞാനിതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ലല്ലോ. എന്താ കാര്യം, ഇത് ഓൾറെഡി, അതായത് ഇതിൻ്റെ അപ്പുറവും കർത്താവ് അത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ള, അത് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും
അതൊന്നും ദൈവം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫയലും ഒന്നും നോക്കാതെയാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫയൽ അത് നിങ്ങളുടെ പഴയ കാല ജീവിതം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, അങ്ങനെ ഒന്ന് പഴയ എക്സസൈസൊക്കെ നോക്കാതെ ചുമ്മാ ഉടമ്പടിയിൽ ഒപ്പിട്ട് മാറുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ശരിക്കും. അല്ലെങ്കിൽ കൃപാസനം എന്നുള്ള പേര് തന്നെ കരുണയെന്നാണ് എൻ്റെ പേര്, യഥാർത്ഥ പേര്, സീറ്റ് ഓഫ് മേഴ്സി. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാരൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളുടെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തറ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIG വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്താ പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. അത് സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അത് ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ, ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കുന്നത്, അവർക്ക് MSc ആണ്. MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പോൾ BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പോൾ PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്, പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ലേ സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല, PhDക്ക് അവർക്ക് യോഗ്യതയില്ല.
ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പിന്നെ അത് കുറച്ച് കണ്ണ് തുറന്നു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എനിക്ക് ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരെ വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതമുള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. സോ നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരമപിതാവിൻ്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അപ്പോഴൊരു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. 2nd സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ
പെട്ടെന്ന് ഒരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പെടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? വിയന്നയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MSCക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ വിയന്നയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD ഡോക്ടർ തിസിനെ വിളിച്ച് കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. ഫുൾ, അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റെന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി. പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും, നീ കൊടുക്കെന്ന് പറയും. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത്, ഒരു 0-3 നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ? 0-3 നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരു ചെയ്യാൻ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു, സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല. അത് കൊടുത്തില്ല. അവർ 3rd സെമ്മും കൊടുത്തു, പിന്നെ 4th സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ വിളിച്ച് ചോദിച്ച്, വേറെ 2nd സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട്, അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്രൈസ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ 2nd സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് വിട്ടേ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അത് വരണമല്ല. എന്താ കമ്പം വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷായ് എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണത് വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടത്തരമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ദ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത്, എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്, എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട്, നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും, അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫംഗ്ഷന് പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷേ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും അസ്ഥിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഷാ ഫീലായി എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും,
എന്തൊക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടി ഇടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെയായി. അപ്പോൾ ചേച്ചി ഞാനും ചേട്ടത്തി അനിത്യമാണേ. അമ്മയും മരിച്ചു, ചേട്ടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഗ്ലൂമിയായി ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. ഒക്കെ പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവർ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ, അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ് -, ആയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ് ഈ ആൾ. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഇന്ന് റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരൻറ്റീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരൻറ്റീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്. ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല. ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിള് തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ 3 പ്രാവശ്യം എഴുതും, 1000 പ്രാവശ്യം എഴുതുമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൈബിൾ തന്നിട്ട് എഴുതാനല്ല ദൈവം പറഞ്ഞത്, ബൈബിൾ തന്നിട്ട് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിൻ്റെ പുസ്തകത്തിന് ദൈവം ബൈബിളെന്നൊന്നും വിളിച്ചില്ല. നമ്മളിങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരങ്ങനെ വിളിച്ച പുസ്തകം അത്രയും അർത്ഥമുള്ളതിന്. ബൈബിളിന് ദൈവം വിളിച്ച പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ദാറ്റ് മീൻസ് അത് ദൈവം ചെയ്തൊരു കാര്യമാണ്. ബൈബിള് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബൈബിൾ ആർക്ക് വേണേൽ പറയാം, പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയണത്. ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നത് കൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ വിശുദ്ധമായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അത് വായിച്ചോ, നീ അത് എഴുതിക്കോ എന്നൊന്നും അല്ല പറഞ്ഞത്. നീ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. വചനത്തിനെ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് മോശയാകുന്ന ചോക്ക് കൊണ്ട് എഴുതിയ സംഭവമാണിത്. എഴുതിയത് മോശമല്ല, ചോക്കണങ്ങേരി. എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ എന്തിനാണ് എഴുതിയത്? നമ്മളും തിരിച്ചെഴുതിക്കാൻ വേണ്ടി എഴുതിയതല്ല, ദൈവം എഴുതി തന്ന് എന്ന് ഞാൻ തിരിച്ച് ദൈവത്തിന് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചെഴുതാനുള്ള സാധനമല്ല, ഇത് ചെയ്യാനുള്ള സാധനമാണ്. ആദ്യകാലം മുതലേ ബൈബിള് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്?
ദൈവത്തിൻ്റെ വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മോശ പോലും അതിനെ വിളിച്ചത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. 24-ാം അധ്യായം സംഖ്യ പുറപ്പാട് 24:7. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 24:7. പുറപ്പാട് 24:7 വായിച്ചോളൂ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ഒന്ന് പറഞ്ഞേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. കൈയിടിച്ച് കർത്താവ് അപ്പൊ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഉടമ്പടി ഗ്രന്ഥമാണ് കൊടുക്കണത്. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് കൊടുത്ത് എന്താ പറയണത്? ഉടമ്പടി ഗ്രന്ഥം വായിച്ചു. എന്തിനാണ് വായിക്കണത്? ജനങ്ങൾ ഉടനെ മറുപടി പറയുന്നത് എന്താണ്? പുറപ്പാട് 24:7 എന്താ മറുപടി പറയണത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം പറഞ്ഞേ, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അല്ലാതെ കർത്താവ് പറഞ്ഞെല്ലാം തിരിച്ചങ്ങോട്ട് കർത്താവ് എഴുതി തന്നെല്ലാം തിരിച്ചെഴുതുമെന്നല്ല പറഞ്ഞിരിക്കണം. എഴുതിക്കോ, പഠിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അത് ഉടമ്പടി എന്ന് പറയണത് അങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ ഞാൻ ഫുൾ ബൈബിൾ 3 പ്രാവശ്യം വായിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കഥയുമില്ല. ഒരു ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചാലും മതി. പക്ഷെ ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? എഴുതാൻ വേണ്ടിയുള്ളതല്ല, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതെല്ലാം വായിക്കുക എഴുതുക എന്നുള്ള കാര്യത്തിലൂടെ അറിയുക എന്ന പ്രോസസ്സാണ് നടക്കുന്നത്, അല്ലേ? കർത്താവിനെ അറിയണേ എന്തിനാണ്? അറിഞ്ഞ് നമ്മൾ സ്നേഹിക്കും. ഏകസത്യദൈവമായ നിന്നെയും നീയേ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനാണ് ലക്ഷ്യം. അപ്പം ബൈബിൾ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കണം എന്താണ്? അറിവ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണം എന്താണ്? അറിവ്. ഈ അറിവ് എന്തിനാ? ഏകസത്യദൈവമായ നിന്നെയും 17:3 യോഹന്നാൻ 17:3 ഏകസത്യമായ അവിടുത്തെയും അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മക്കൾ എഴുതിയാലും മക്കൾ വായിച്ചാലും അതിൻ്റെ ലക്ഷ്യം, അതിലൊരു മാർഗമാണ്, അതൊരു ലക്ഷ്യമല്ല. മക്കളെ ബൈബിൾ എഴുതിയാലും മക്കളെ വായിച്ചാലും അതൊരു മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് പറഞ്ഞൊരു വാക്കാണത്. അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൽ എന്തായിരിക്കണത്? നിത്യജീവനാണ്. നിത്യജീവനെ ഹോർഡർ ചെയ്യാതെ നിങ്ങൾക്ക് ബൈബിളിനെ സമീപിക്കാനോ കർത്താവിൻ്റെ വചനം ഉപയോഗിക്കാനോ മീനിങ് ഫുള്ളായിട്ട് പറ്റത്തില്ല. അതായത് ഉടമ്പടി ദൈവത്തെ കക്ഷി ചേർക്കുന്ന പ്രാർത്ഥനയാണ്. നിൻ്റെ ജീവിതാവസ്ഥകളിൽ നിനക്ക് അവശതയുണ്ട്, നിനക്കിത് പുൾ ഔട്ട് ചെയ്യാൻ നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നിനക്കാനുള്ള നിനക്ക് കലിബറില്ല എന്ന് വിചാരിച്ചാൽ ദൈവത്തിനെ കൂടി നീ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. ദൈവത്തിന് നിൻ്റെ ജീവിത പ്രശ്നത്തിന് ഒരു കക്ഷിയാക്കണത് അങ്ങനെ ഒരു സംവിധാനം ഉടമ്പടിയല്ലാതെ ബൈബിളിലില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അറിയണം. 2 ദിനവൃത്താന്തം 34:30 2 ദിനവൃത്താന്തം 34:30 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 34:30 യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. കർത്താവിൻ്റെ ആലയത്തേക്ക് രാജാവും പ്രവാചകന്മാരും ന്യായാധിപന്മാരും അവിടെയുള്ള എല്ലാ പ്രഭുക്കന്മാരും ജനങ്ങളോടുകൂടി ചെല്ലും. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്. എന്താ ചെന്നിരിക്കണത്? പറഞ്ഞേ. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ബൈബിള് കുറേ കാലത്തേക്ക് ഇവർ ഡിയാസ്പൊറയിലായിരുന്നല്ലോ. ഇവരെപ്പോഴും യുദ്ധവും ഓട്ടവും ജീവൻ പണയം വെച്ചുള്ള ജീവിതമായിരുന്നല്ലോ. അപ്പോഴും വൺസ് ഇവർക്ക് ആ ആധ്യാത്മിക ജീവിതമോ മതജീവിതമോ ഒക്കെ ഇല്ലാതെ ബൈബിൾ വരെ കൈമോശം വന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇത് തിരിച്ച് കണ്ടെത്താൻ ഇടയാക്കും. ബൈബിള് കണ്ടെത്തി ഉടമ്പടി പുസ്തകം എന്നാണ് പറയുക. ഉടമ്പടി പുസ്തകം കണ്ടെത്തി പറഞ്ഞാൽ ജനം വാവിട്ട് കരയും.
അത് ഭയങ്കര ഒരു ഫീലാണ് ആ സംഭവം. കാര്യം കർത്താവ് ദൈവത്തിന് ലിങ്ക് കിട്ടിയ പോലെ ദൈവവുമായിട്ട്. എന്നിട്ട് രാജാവും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരും എല്ലാം കൂടി ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറുമ്പോൾ എന്നാ സംഭവിക്കണത് പറഞ്ഞോളൂ. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിപ്പിച്ച് കേൾപ്പിച്ചു. രാജാവ് ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം, ഇപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ഉടമ്പടിയുടെ ഗ്രന്ഥമെന്നാണ്. ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. അടുത്ത വായിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും. അതെ, നോക്കിയ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ. ഇവിടെയാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയണത് നിങ്ങളത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കേവലമായ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ജനങ്ങളെ വായിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞിരിക്കണത്? പറഞ്ഞേ. കർത്താവിനെ പിൻചൊല്ലുമെന്നും. ഒന്ന് പറഞ്ഞ കർത്താവിനെ പിൻചൊല്ലുമെന്നും. കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. അപ്പൊ രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്യേൻ. എന്താണ് ഉടമ്പടി ചെയ്യണത്? ദൈവം നൽകിയ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിച്ചുള്ള അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിലനിന്നുകൊള്ളാവുന്ന ഉടമ്പടി ചെയ്യുകയാണ്. കാരണം ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറ്റണത്? നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ്. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെദർ യു ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അത് ഡസൻ മേക്ക് എനിത്തിങ്. അതായത് നിങ്ങളിപ്പോഴും ക്രിസ്ത്യൻ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഉടമ്പടി വൺസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി, 32-ാം സങ്കീർത്തനം എന്താ പറയണത് അല്ലേ? നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോൾ അതൊക്കെ വിഷം മാറുകയാണ്. കാര്യം ഇവിടെ എന്താ സംഭവം? ആ ചേച്ചി ടീച്ചറിൻ്റെ മകൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൾക്ക് MSCയുടെ സെക്കൻഡ് സെം ഫെയിലാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടില്ലേ വിയന്ന കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അയച്ചു കൊടുത്തേക്കാം. പക്ഷെ അതുകൂടി അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് ഇനി മോഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നീ PSC പഠിക്കാൻ പറഞ്ഞു. ടീച്ചർ മോൾക്ക് കൊടുത്ത ഉപദേശം നീ PSC പഠിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ PSC പഠിച്ച് ജോലി വാങ്ങിക്കുക, നാട്ടിലെവിടെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. അതായത് വെച്ചാൽ അവരുടെ ഫയൽ മൊത്തം അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഉപദേശമാണ്. പക്ഷേ ഉടമ്പടിക്കുള്ള പ്രശ്നം, നിങ്ങൾ എന്ത് ഉപദേശം കൊടുത്താലും നീ നടക്കേണ്ട വഴി സങ്കീർത്തനം 32:8 വാഗ്ദാനമല്ലേ? അത് വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ്? നിൻ്റെ കൂടെയുള്ള നിൻ്റെ ദൈവം. അപ്പോൾ ഉപദേശം വന്നിരിക്കണത് എന്താ? ഉപദേശം വന്നത് പെട്ടെന്ന് ഇൻ്റർവ്യൂ റെഡിയാകാനാണ്. ഈ തോറ്റ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോഴേ, തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ MSc തോറ്റ സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോഴേ യൂണിവേഴ്സിറ്റി റെസ്പോൺസ് എന്താണ്? വേഗം ഇൻ്റർവ്യൂ റെഡിയാകാൻ. അപ്പോൾ ഇവർക്ക് പേടിയായി. കാര്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം വരുമല്ലോ, മെറിറ്റ് പ്രോബ്ലം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നോട്ട് ബൈ മെറിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ പറയണമെന്ന് ഓർക്കും. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ട്. Ephesians 2:8 ഒന്ന് വായിച്ചു കിടക്കുക. ശ്രുതി, അതാണ് ഇതിൻ്റെ ആണി വചനം എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഒരു വചനം എല്ലപ്പോഴും പറയും അത്. ശ്രുതികട്ടെ. Ephesians 2:8 വിശ്വാസം വഴി എന്ന് പറഞ്ഞേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിറ്റ് എന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം?
ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡ് അല്ലേ, MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്. ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റില്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത് ഇൻ്റർവ്യൂ റെഡിയാകാൻ? പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവിടെ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പല പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അല്ല ഞാൻ തപ്പിക്കളിക്കണം ചില സമയത്തൊക്കെ. എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അതിൻ്റെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാൻ അത് പഠിച്ച് പറഞ്ഞതല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ അവിടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെങ്കിൽ നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കണത്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കണ എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാകും. അതിനെല്ലാം ദൈവം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിലെ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്? കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒത്തില്ലേ എന്നാ ചെയ്യും? എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളുണ്ട്. സാങ്കല്പിക ആശങ്കകൾ. ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പൊതുവെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. എനിക്ക് ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്. മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹ്യമുണ്ട്. അതിലെ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെ എന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാർ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഇക്കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിട്ടെന്ന് വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്.
മനുഷ്യൻ്റെ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിഗ്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിഗ്രി, ഗ്ലൗദിമത്ത് സ്പെസ്, സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്, അത് തുടച്ച് മാറ്റപ്പെടും. അതല്ലേ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്, ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്, അവൻ ലോകത്തിന് വേണ്ടി ആഹുതി ചെയ്തിട്ടാണ് രക്ഷ വന്നതെങ്കിൽ ഞങ്ങൾക്കും ആഹുതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് പ്രാർത്ഥന ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും, പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതാണ്. അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെയുള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തനം 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ, അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണത്. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വേർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവിടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യാതെ മലയാളം ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞത് എന്താ? അതുതന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി, ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്? ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്